അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അപ്പോൾ ദിൽഷാദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സൗണ്ടൊക്കെ ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ടകത്ത് എത്തുമായിരിക്കും. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗണ്ട് ക്ലിയർ ആവും. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അത് നമുക്കെന്താണ് ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ഒന്ന് പറഞ്ഞത്? നമുക്കിന്ന് ചോറും മത്തിക്കറിയും അച്ചാറുമായിരുന്നു. പിന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു, വെണ്ടയ്ക്കൻ്റെ തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് നമുക്കൊരു വേറൊരു ഒരു വാർത്തയുണ്ട് നിങ്ങളോട് പറയാനും വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൂടെ സലാല വർക്ക് ചെയ്ത ഒരു തസ്ലീം എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളെ തസ്ലീം ബായിക്ക് ഒരു ഹായ് പറയുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഹൈറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഠിച്ചവനെല്ലാം ഹൈറാക്കി തരട്ടെ. അങ്ങനെ നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ 140-150 സബ്സ്ക്രൈബർ ആവാൻ പോകുന്നു. ഇന്നലത്തെ വീഡിയോ അധികം വാച്ചിങ് ഉണ്ടായിട്ടില്ല. അത് ഞാൻ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഷെയറിങ് ഇല്ല. ഡയറക്റ്റ് യൂട്യൂബും പിന്നെ ജസ്റ്റ് നമ്മളെ ചെറിയൊരു എഡിങ് കൊടുത്തിട്ട് നമ്മളെ യൂട്യൂബിൽ പിന്നെ വാച്ചിങ് മാത്രമാണ് ഉള്ളൂ. പിന്നെന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഡ്യൂട്ടി വർക്കൊക്കെ എല്ലാവർക്കും നല്ലേക്ക് പോകുന്നില്ല. അപ്പോൾ നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇപ്പം രാവിലെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഉമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പുറം ഇപ്പുറമുള്ള റൂമിലുള്ളവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ മിസ്ത്രികളുണ്ട്, മിസ്ത്രികൾക്ക് നല്ല താങ്ക്സ് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാവരും ഉമ്മക്ക് നന്ദി പറഞ്ഞിരുന്നു. അപ്പോൾ വേറെ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? വേറെ രാവിലെയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. രാവിലെ നാളെ 8 മണിക്ക്. നാളെ ഒരാൾ നൈറ്റ് ഡ്യൂട്ടി എടുത്തുകൊണ്ട് നാളെ 8 മണിക്ക് പോകണം. പിന്നെ രാവിലെ ഉമ്മ കൊണ്ടാകുന്ന പത്തരി ഉണ്ടാവും. അതുണ്ടാക്കും. പിന്നെ നല്ല കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ ഡ്യൂട്ടിക്ക് പോകും. ഭയങ്കര ചൂടാണ്. ഒമാന് സലാലയിലൊക്കെ നല്ല മഴയാന്നുള്ള വാർത്ത കേട്ടു. നല്ല മഴയുണ്ട് അവിടെയൊക്കെ, വാർത്തയിലുണ്ടായിരുന്നു. പിന്നെ കുറേ ഒമാനികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒമാനിൽ നല്ല മഴയാണ്. പിന്നെ കൂടുതലായിട്ടും ഇപ്പോൾ ഇസ്രായേലും ഇറാൻ്റെയും ചർച്ചയാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. ഇന്ന് വേറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓൾറെഡി നമ്മൾ ലീവുള്ള ദിവസം പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് കൂടുതലായി. ഒരു അടുത്ത ലീവിൻ്റെ അന്നാണ് നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പോയിട്ട് നമ്മൾ ഡെയിലി മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ട് വാങ്ങും. പിന്നെ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു നമ്മളെ വീഡിയോ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അതങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഒരു സീരിയല്, അതേപോലെ സീരിയലൊക്കെ സ്ഥിരമായിട്ട് ഒരാൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 30 ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെ വൈഫിനെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. പിന്നെ ഇന്ന് വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്നുള്ളതെന്ന് വെച്ചാൽ ഇന്ന് യാദൃശ്ചികമായിട്ട് ഒരാളെ പരിചയപ്പെടാനുണ്ടായി, ഇടയായി. അപ്പോൾ അയാൾ കോഴിക്കോടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അയാൾ നമ്മളെ ഷോപ്പിൽ സാധനം വാങ്ങാനും വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പം അങ്ങനെ അയാളെ കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്. അയാൾ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ 10 വർഷമായാലും ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ
അദ്ദേഹം പറഞ്ഞ അയാൾക്ക് 10 വർഷമായിട്ട് അയാൾക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അയാൾ നല്ല ജോബും അയാളുടെ ഫാമിലി മൊത്തം ഇവിടെയാണ്. അപ്പം ഞാൻ ചോദിച്ചു അയാളോട്, എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ വീട് ഇത്ര വർഷമായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം പിന്നെ എഡ്യൂക്കേഷനും സാമ്പത്തികമായിട്ട് കുറേ ഒക്കെ ഉള്ള ആളാണ്, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വീട് എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അദ്ദേഹം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അയാൾ 2-3 ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ ഈ ഒരു പിന്നെ കമൻറ്റ് നിങ്ങളിലേക്ക്, എൻ്റെ സബ്സ്ക്രൈബറിലേക്ക് പിന്നെ അദ്ദേഹം വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം പിന്നെ സബ്സ്ക്രൈബിലേക്ക് ഈ ഒരു ടോപ്പിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ വീട് പിന്നെ 10 വർഷമായിട്ട് നിങ്ങൾ വീട് എടുക്കാത്തതാണ്. അപ്പോൾ ഈ സാമ്പത്തികം ഉള്ള ആളാണ്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്, പിന്നെ അത്യാവശ്യം പിന്നെ നല്ല എഡ്യൂക്കേഷനാണ്, കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നു, വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നു. വൈഫ് എന്താ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എന്താ ഇവിടെ നാട്ടിൽ അയാളോട് അദ്ദേഹത്തിനോട് കുറേ ആൾക്കാരോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വീടെടുക്കണം. അദ്ദേഹം തീർച്ചയായും വീഡിയോ കാണുന്നുണ്ടാവും. അയാൾ പറഞ്ഞോട് ഇതെന്താന്ന് പറയാത്തതെന്ന് വെച്ചാൽ, പിന്നെ ഇത് നിങ്ങൾ എന്തായാലും ടോപ്പിക്കായിട്ട് ഇടണം. ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഗൾഫിലൊക്കെ ഒരു 10 വർഷം 20 വർഷം വർക്ക് ചെയ്തു, ഇപ്പോൾ ഒരു 50 ലക്ഷം റുപ്യ സമ്പാദിച്ചു. ആ 50 ലക്ഷം റുപ്യക്ക് നമ്മൾ ഒരിക്കലും ഒരു വീട് എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ആ ഒരു വീട് നമ്മൾ 10-20 വർഷം ഇവിടെ വർക്ക് ചെയ്ത് 50 ലക്ഷം ഉണ്ടാക്കി വെച്ചാൽ 50 ലക്ഷം രൂപ നമ്മൾ വീട് എടുത്തതിന് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. ആ ഒരു വീടെടുത്ത് പിന്നെ നമ്മുടെ നാട്ടിൽ പോയി നമുക്ക് പിന്നെ ഒരു സമ്പാദകരാണ് നമ്മൾ. അതേ ഈ ടോപ്പിക്ക് പറയാൻ പറഞ്ഞു, 25 ലക്ഷം റുപ്യ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10 ലക്ഷം റുപ്യയുടെ ഒരു വീട് എടുക്കാം. ഇതെല്ലാവർക്കും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു, ചില ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു നാട്ടിലുള്ള എല്ലാവരും ചോദിക്കും പോലും, പിന്നെ നിങ്ങൾ നല്ല 10 വർഷം അവിടെ നിന്നല്ല, നല്ല ജോലിയാണല്ലോ, പിന്നെ എന്താ നിങ്ങൾ ഈ പഴയ ഓടിട്ട വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പിന്നെ എടുക്കാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് സംസാരിച്ച അദ്ദേഹം ഈ ഒരു ടോപ്പിക്ക് നിന്റെ വീഡിയോയിൽ ഇട്ടാൽ ചില ആൾക്കാർക്ക് പിന്നെ ഇത് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഒരുപാട് പൈസ മൊത്തം നമ്മളെ വീട്ടിലേക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഫോളോ അപ്പ്, നമ്മളെ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി കുറച്ച് സേവിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് എന്തെങ്കിലും നാട്ടിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 8 മിനിറ്റോളം ഈ ഒരു ചെറിയൊരു കാര്യം വന്നത്. ഇപ്പോൾ നമുക്ക് അധികം 10 മിനിറ്റിന് തന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് 10 മിനിറ്റോളം നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രത്തോളം പറയാനൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ സബ്സ്ക്രൈബർ കൂടുതലായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പിന്നെ പറയാനും പിടിക്കാനൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെന്താണ്, പിന്നെ ഇവിടെ ഭയങ്കര ചൂടാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചില ആൾക്കാർ തന്നെ പിന്നെ പല ഷോപ്പുകളിലും പോയി വരുമ്പം അവരുടെ മുഖത്തൊക്കെ ഭയങ്കര വിയർപ്പ് വന്നിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു സമയം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈത്തപ്പഴം പിന്നെ ഫലം കായ്ക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെന്തായാലും ചൂടും വേണം. അപ്പോൾ എനിക്ക് സാധാരണ നമ്മൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊക്കെ നമ്മൾ സമ്മതിക്കണം. നമുക്കൊന്നും എന്ന് വെച്ചാൽ ഒരു സുഖമാണ് അൽഹംദുലില്ലാ. നമ്മളൊക്കെ റൂമിലെത്തിയാലും അൽഹംദുലില്ലാ AC നമ്മൾ പൊക്കി പറയുന്നതല്ല, റൂമിലെത്തിയാൽ അൽഹംദുലില്ലാ AC, ഷോപ്പിലെത്തിയാൽ അൽഹംദുലില്ലാ AC. അപ്പം നമ്മളെല്ലാം അൽഹംദുലില്ലാ പിന്നെ നമ്മളൊക്കെ നല്ല ഭാഗ്യം ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പം മാക്സിമം നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അധികം ആൾക്കാർ നമ്മളെ വീഡിയോ ഇന്നലെ നമുക്ക് കുറച്ച് വ്യൂവേഴ്സ് കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ അധികം ഇൻസ്റ്റാഗ്രാമിലൊന്നും അപ്ഡേറ്റ് ചെയ്തില്ല. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് നമുക്ക് ആ ഒരു വ്യൂവേഴ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ അറിയുന്ന ആൾക്കാരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.